അഹമ്മദാബാദ് വിമാന ദുരന്തം അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നതാധികാര സമിതി രൂപീകരിച്ച് വ്യോമയാന മന്ത്രാലയം. ഭാവിയിൽ സമാന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിമാന കമ്പനികൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ സമിതി ശുപാർശ ചെയ്യും. അപകടം നടന്ന സ്ഥലത്ത് വിവിധ ഏജൻസികൾ പരിശോധന നടത്തുകയാണിപ്പോഴും. നിലവിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികളുമായി സഹകരിച്ചാകും ഉന്നതാധികാര സമിതിയുടെ അന്വേഷണം. ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ വ്യോമയാന സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, ഗുജറാത്ത് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, ദുരന്ത നിവാരണ അതോറിറ്റി, വ്യോമസേനാ പ്രതിനിധികൾ, അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ എന്നിവർ ഉണ്ടായിരിക്കും. ബ്ലാക്ക് ബോക്സിൽ നിന്ന് കണ്ടെത്തുന്ന വിവരങ്ങളും സമിതി വിശദമായി പരിശോധിക്കും. അപകട ദിവസം എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തും. വിമാനം പറന്നുയരുന്നതിന് മുൻപ് നടത്തേണ്ട പരിശോധനകൾക്ക് പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും സമിതി ശുപാർശ ചെയ്യും. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. To understand what went wrong, because so many lives have been lost, it is extremely important. I think it is being investigated. I am sure that the investigating agencies will, in the next few days, enlighten the nation as to what happened. And then, in the future, whatever corrective measures need to be taken, will be taken. ഇതുവരെ നടന്ന അന്വേഷണ പുരോഗതി വിലയിരുത്താൻ വ്യോമയാന മന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗവും ചേർന്നു. DGCA ഡയറക്ടർ ജനറൽ, എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണവും തുടരുകയാണ്. സംഘം ഇന്നും സ്ഥലത്ത് പരിശോധന നടത്തി. NDRF, NST, FSL, DGCA, CISF, വ്യോമസേന, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. UK, US, ബോയിംഗ് വിമാന കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇന്ത്യയിലെത്തും. 24 ഡൽഹി.